സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബനാന കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മധുരം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഏത്തയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ വയർ നിറയുന്നിടം വരെ വാങ്ങിക്കഴിക്കും. തേങ്ങാപ്പാലും പഞ്ചസാരയും ഏത്തയ്ക്കായും എല്ലാം കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ലവണ്ണം പഴുത്ത ഏത്തയ്ക്കയാണ് ഇതിന് വേണ്ടിയത്. 2 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. രണ്ട് ഏത്തയ്ക്കായും വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഉരുകി കളറ് മാറി ഒന്ന് കാരമലായി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകി കളറ് മാറി കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മെൽറ്റായി വന്ന പഞ്ചസാര പെട്ടെന്ന് കട്ടിപിടിക്കും. ഇത് സാവധാനത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ ചൂടായി വന്നു കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റായി വന്നുകൊള്ളും. പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്യാൻ നേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരാറാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കായയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം. ഏത്തപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളും ഏത്തപ്പഴം കൊണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.